പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. നിമിഷങ്ങൾക്ക് ശേഷം ഇരുവരും ചുംബനം അവസാനിപ്പിച്ച് പിൻവാങ്ങിയതും മിസ്റ്റർ ഡേവിഡിന്റെ പുറന്നവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി, കടി കഴിച്ച് തീർന്നാലും ചായ കിട്ടില്ലെന്നാണ് തോന്നുന്നത്. ചേട്ടത്തി ചേട്ടത്തി. കുഞ്ഞൂട്ടൻ മിത്രയെയും വിളിച്ച് അങ്ങോട്ടേക്ക് വന്നതും അവന്റെ ശബ്ദം കേട്ട് മിത്ര വേഗം ഡെബിയുടെ നെഞ്ചി നടന്നു മാറി. നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? അല്ല, ചേട്ടായി കുളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇനിയും കുളിച്ചില്ലേ? കയ്യിലുള്ള സമോസ കഴിച്ച് രവിയെ സംശയത്തിൽ നോക്കിക്കൊണ്ട് കുഞ്ഞൂട്ടൻ ചോദിച്ചു. ഞാൻ കുളിക്കാൻ പോവാ. കുഞ്ഞൂട്ടന്റെ ചോദ്യത്തിന് പതറിപ്പോയ രവി തപ്പിപ്പെറുക്കി മറുപടി പറഞ്ഞ് വേഗം അടുക്കള വഴി പുറത്തേക്ക് പോയി. ചേട്ടത്തി എന്നത്തിനാ ചിരിക്കുന്നത്? ചായ ആയില്ലേ? ഡെവിയുടെ പരിങ്ങലും പോക്കും കണ്ട് ചിരിയടക്കി നിന്ന മിത്രയെ നോക്കി പുരുക്കം പൊക്കി കുഞ്ഞൂട്ടൻ ചോദിച്ചതും മിത്ര ഒന്നുമില്ലാത്ത രീതിയിൽ തലയാട്ടി തിളപ്പിച്ചു വെച്ച ചായയിലേക്ക് പഞ്ചസാരയിട്ട് ഇളക്കി ഗ്ലാസ്സിലേക്കാക്കി കുഞ്ഞൂട്ടന്റെ കയ്യിലേക്ക് കൊടുത്തു. ചേട്ടത്തി എന്റെ കൂടെ ഹാളിലേക്ക് വാ, ഇല്ലെങ്കിൽ ഇന്ന് ചേട്ടായി ഇപ്പൊ ഒന്നും കുളിക്കത്തില്ല. പുറത്തേക്കൊന്ന് പാളി നോക്കി കുഞ്ഞൂട്ടൻ പോയതും അവന്റെ മുന്നിൽ ഇനിയും ചമ്മാതിരിക്കാൻ എളിഞ്ഞ ചിരിയോടെ മിത്രയും കുഞ്ഞൂട്ടന്റെ പിറകെ പോയി. കുളി കഴിഞ്ഞ് വന്നതും കാപ്പി കുടിച്ച് ഡ്രസ്സ് മാറ്റി ഡെവി വേഗം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതും മിത്രയും കുഞ്ഞൂട്ടനും ബാക്കിയുള്ള ഭക്ഷണം രാത്രിയിലേക്ക് ചൂടാക്കി മാറ്റി വെച്ചു. ബാക്കിയുള്ള ജോലികളും തീർത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡാനിയും അപ്പച്ചനും വരുന്നത് നോക്കി ഉമ്മർത്ത് പോയിരുന്നു. ചേട്ടത്തി. മിത്രയുടെ ഫോണിൽ ലുഡോ കളിക്കുന്നതിനിടയിൽ കുഞ്ഞൂട്ടൻ മിത്രയെ നോക്കിക്കൊണ്ട് വിളിച്ചു. എന്താടാ? ലുഡോ കളിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മിത്ര കുഞ്ഞൂട്ടനോട് ചോദിച്ചു. ചേട്ടത്തിക്ക് വ്യാസമായിട്ട് വിവാഹം മുടങ്ങിയതിൽ വിഷമുണ്ടോ? കുഞ്ഞൂട്ടന്റെ ചോദ്യം കേട്ടത് മിത്ര മുഖമുയർത്തി അവനെ നോക്കി. എന്താ ഇങ്ങനൊരു ചോദ്യം? മിത്ര അവനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. അത് പിന്നെ ചേട്ടത്തി, ആ വ്യാസന് 3-4 വർഷം സ്നേഹിച്ചതല്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. കുഞ്ഞു വായിൽ വലിയ വർത്താനം വേണ്ട. ഞാൻ സ്നേഹിച്ചു എന്നുള്ളത് സത്യം തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ അപ്പയുടെ സ്വത്തിന് വേണ്ടി അവൻ എന്നെ സ്നേഹിച്ചതെന്ന് അറിഞ്ഞപ്പോൾ സ്നേഹിച്ചതിന് തിരട്ടി ഞാൻ വെറുത്തുപോയി. ഇപ്പം എൻ്റെ മനസ്സിലെ ഒരു കോണിൽ പോലും അയാളില്ല. ഗെയിം ഓവറായതും കളി നിർത്തിക്കൊണ്ട് മിത്ര പറഞ്ഞു. അപ്പോ ഇപ്പം എൻ്റെ ചേട്ടായി ആവൂലേ ചേട്ടത്തിയുടെ ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്? കുഞ്ഞൂട്ടൻ മിത്രയെ നോക്കി കളിയായി ചോദിച്ചു. അതെല്ലോ, എന്താ നിനക്ക് വല്ല പ്രശ്നമുണ്ടോടാ? കുഞ്ഞൂട്ടൻ്റെ ചോദ്യം കേട്ട് മിത്ര അവനോട് അതേപോലെ കളിയായി ചോദിച്ചു. എനിക്കെന്ത് പ്രശ്നം? സന്തോഷമല്ലേ ഉള്ളൂ. മിത്രയുടെ മൂക്കിൻ തുമ്പ് പിടിച്ചു വലിച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു. ആണോ? എന്നാലേ ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയാതെ പോയി ബുക്കെടുത്ത് പഠിക്കാൻ നോക്കടാ. ആദ്യം സോഫ്റ്റായും അവസാനം ശബ്ദം കളിപ്പിച്ച് കുഞ്ഞൂട്ടനോട് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ഫോണും വാങ്ങി വെച്ചു. ഒരു ഗെയിം കൂടി കളിക്കാൻ എടുത്ത്, എന്നിട്ട് ഞാനിന്ന് പഠിച്ചോളാം. വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ഞാനാ നിന്നെ വഷളാക്കുന്നതെന്നാ. എക്സാം അടുത്തിരിക്കാം, പോയി പഠിക്കാൻ നോക്ക്. മാർക്ക് കുറഞ്ഞാലേ നിന്റെ ചേട്ടായി എന്നെയാകും പഞ്ഞിക്കിടുക. അതുകൊണ്ട് എൻ്റെ മുമ്പ് പോയി ബുക്കെടുത്ത് വല്ലതും പഠിക്ക്. മിത്ര കുഞ്ഞൂട്ടനെ നോക്കി കള്ളഗൗരവത്തിൽ പറഞ്ഞു. ഓ, ഞാൻ പഠിച്ചോളാം. പിന്നെ എനിക്ക് മാത്രമല്ല ഇവിടെ എക്സാം എടുത്തിരിക്കുന്നത്, അതാരും മറക്കണ്ടേ. മിത്ര പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടുകൂട്ടി അതും പറഞ്ഞ് കുഞ്ഞൂട്ടിനുള്ളിലേക്ക് പോയതും അവൻ പോയ വഴിയെ നോക്കി ചിരിയടക്കി ഫോണും നോക്കി മിത്രയും അവിടെ ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മുറ്റത്ത് വണ്ടി വന്ന് നിന്നതും അതിൽ നിന്നും ഐസക്ക് ഇറങ്ങുന്നത് കണ്ടതും മിത്ര വേഗം ഫോണ് മാറ്റി വെച്ച് ഉമ്മറത്തേക്ക് ചെന്നു. ഡോക്ടർ എന്ത് പറഞ്ഞപ്പച്ചാ? കുഴപ്പമൊന്നുമില്ലല്ലോ. മിത്ര ഐസക്കിന്റെ കൈ പിടിച്ച് ഉമ്മറത്തെ സ്റ്റെപ്പ് കയറാൻ സഹായിച്ചുകൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല കൊച്ചേ, അതുകൊണ്ട് കാലിലെയും കയ്യിലെയും പ്ലാസ്റ്റർ വെട്ടി. പിന്നെ ഷുഗർ ഉണ്ടായതുകൊണ്ട് നെറ്റിയിലെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ സ്റ്റിച്ച് എടുത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് വരുത്തിച്ചാലല്ലേ അവർക്ക് വല്ലതും കയ്യിൽ തടയൂ. മിത്രയുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ അവളെ നോക്കി ചിരിയോടെ ഐസക്ക് പറഞ്ഞു. സാരല്ല അപ്പച്ചാ, കുറച്ച് ദിവസം കൊണ്ട് റെസ്റ്റ് എടുത്താൽ മുറിവ് ഉണങ്ങിക്കോളും. ഇനി റെസ്റ്റ് എടുക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്കില്ല കൊച്ചേ. അല്ലെങ്കിൽ അപ്പനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ഡാനി അപ്പച്ചനെ കൂർപ്പിച്ച് നോക്കി അതും പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. അല്ല കൊച്ചേ, ഡേവിയും കുഞ്ഞുണ്ടെന്തി? ഈച്ചാനി ഇതിനു മുമ്പ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. കുഞ്ഞുട്ടൻ റൂമിൽ നിന്ന് പഠിക്കാണ്. നിങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ല. വിളിക്കണോ? ഏയ് വേണ്ട, അവന് പഠിക്കാൻ മടിയാ. എന്തേലും ചെറിയ കാരണം കിട്ടാൻ നിൽക്കാവും എണീറ്റ് വരാൻ. അതുകൊണ്ട് അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ. ചായ എടുക്കട്ടെ? വേണ്ട കൊച്ചേ, ഇത്രയും സമയമായില്ലേ. ഇനി രവി കൂടി വന്നിട്ട് അത്താഴം കഴിക്കാം. ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ. കൊച്ചു പോയി പഠിച്ചോ, ഇല്ലേ ഡേവി വരുമ്പോൾ വഴക്ക് കിട്ടും.
ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്ര ചിരിയോടെ തലയാട്ടി അവിടെ നിന്ന് പോയി ഫ്രഷായി വന്ന ഡാനിക്ക് ചായയും കഴിക്കാനുള്ളതും എടുത്തു കൊടുത്ത് മിത്ര റൂമിലിരുന്ന് പഠിക്കുന്ന കുഞ്ഞുട്ടിന്റെ അരികിലിരുന്നു. എന്താടാ കുഞ്ഞുട്ടാ നിന്റെ കവളിങ്ങനെ വീർത്തിരിക്കുന്നത്? കുഞ്ഞുട്ടിന്റെ അരികിലുള്ള ചെയറിലിരുന്ന് അവനെ വീർത്ത കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാനല്ലേ ഈ വീട്ടിൽ പുറമ്പോക്കല്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. മുഖത്ത് സങ്കടം വാരി വിതറിക്കൊണ്ട് കുഞ്ഞുട്ടൻ പറഞ്ഞു. അച്ചോടാ, ആരതൊക്കെ നിന്നോട് പറഞ്ഞത്? മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു. ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കുഞ്ഞുട്ടിന്റെ പാവം കണ്ടതും മിത്ര പൊട്ടിച്ചിരിച്ചതും കുഞ്ഞുട്ടിന്റെ മുഖം ഒന്നുകൂടെ വീർത്തു. നീ ഞങ്ങളുടെയൊക്കെ മൊത്തല്ലേടാ, പിന്നെ നീ എങ്ങനെ പുറമ്പോക്കാകും? ചാപ്രത്തലയാ, നിന്റെ ചേട്ടായിക്ക് നിന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാനുള്ളതാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാലിച്ച് കൂട്ടാതെ നീ ഇത് പഠിക്കാൻ നോക്ക്. കുഞ്ഞുട്ടിന്റെ കവളിൽ പിടിച്ച് വലിച്ച് ചിരിയോടെ പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞ ചേട്ടത്തി. ചിരിയോടെ തിരിച്ച് മിത്രയുടെ മൂക്കിൽ നിന്ന് പിടിച്ച് വലിച്ച് അതും പറഞ്ഞ് കുഞ്ഞുട്ടിന് ബുക്കിലേക്ക് മുഖം പൂഴ്ത്തിയതും അവനെ ചിരിയോടെ നോക്കി മിത്രയും ബുക്കിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഡേവി സൂപ്പർ മാർക്കറ്റിൽ അടിച്ചിട്ടേ വരൂ, ഭക്ഷണം കഴിക്കാൻ അവനെ കാത്തിരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മിത്രയോടിച്ച് എല്ലാവരും കഴിച്ചിരുന്നു. സമയം 11 കഴിഞ്ഞിട്ടും അവനെ കാത്തിരിക്കുകയാണ് മിത്ര. സമയം മിത്രയായിട്ട് ഡെവിയെ കാണാത്ത ടെൻഷൻ അവളിൽ ആവോളുണ്ട്. ഫോണെടുത്ത് അവൻ നമ്പർ ഡയൽ ചെയ്യാൻ നേരത്താണ് ഗേറ്റ് കണ്ട് ഡെവിയുടെ ബൈക്ക് വരുന്നത്. എന്താ ഇത്രയും നേരമായത്? സീറ്റ് റോഡിലേക്ക് കയറി വന്ന ഡെവിയെ നോക്കിക്കൊണ്ട് അവൻ കരികിലേക്ക് ചെന്നുകൊണ്ട് മിത്ര ചോദിച്ചു. കാർഡ് അടച്ചിട്ടാ വന്നത്, അതാ വൈകിയത്. കയ്യിലുള്ള പച്ചക്കറി കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അപ്പനവന്മാരൊക്കെ കഴിച്ച് കിടന്നോടി. മിത്രയെയും ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ ദേവി മിത്രയോടായി ചോദിച്ചു. അവരൊക്കെ കഴിച്ച് കിടന്നു, ഇച്ചാന് കഴിക്കാനെടുക്കട്ടെ? ആ, നീ എടുത്തു വെക്ക്, അവൾക്ക് ഞാനൊന്ന് കുളിച്ചേച്ചും വരാം. അതും പറഞ്ഞ് ദേവി അടുക്കളവാതിൽ വഴി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിപ്പോയതും മിത്ര ദേവി കൊണ്ടുവന്ന കവറിലെ പച്ചക്കറിയെല്ലാം ഫ്രിഡ്ജിലേക്ക് ഒതുക്കി വെച്ച് അവന് കഴിക്കാനുള്ളതെല്ലാം കിച്ചണിലുള്ള ടേബിളിൽ എടുത്തു വെച്ച് അടുക്കളവാതിലിന്റെ പടിയിൽ പോയിരുന്നു. കുളിമുറിന്ന് കുളിച്ചുടിച്ചായ എന്തിനാ മുക്കി കുളിക്കുന്നത്? കിണറ്റിൽ നിന്നും വെള്ളം കോരി കുളിക്കുന്ന ഡെവിയെ നോക്കി മിത്ര ചോദിച്ചു. ഇങ്ങനെ കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നതിന്റെ സുഖമൊന്നും വേറെ തന്നെയാ. ആ ഫീലൊന്നും ഒരു കുളിമുറി കുളിച്ചാലും കിട്ടില്ല മോളെ. ദേഹത്തെല്ലാം സോപ്പ് തേച്ച് തൊട്ടിയിലുള്ള വെള്ളം തലവഴി വെച്ചുകൊണ്ട് ഡെവി പറഞ്ഞു. ഓ പിന്നെ ഓക്കെ കണക്കാ. ഡെവി പറഞ്ഞത് അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അതൊക്കെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഈ ഫീൽ അനുഭവിച്ചറിയണം. എന്താ നീ വരുന്നു? നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ഡെവി മിത്രയെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യടാ, ഞാനൊന്നുമില്ല, സ്വയം കുളിച്ചാൽ മതി. ആ വേണ്ടേ വേണ്ട. മിത്ര പറഞ്ഞത് കേട്ട് ചുണ്ടുകൂട്ടി അതും പറഞ്ഞ് ഡെവി വേഗം കുളിച്ച് തല തുടച്ച് ഒരു നനഞ്ഞ തോർത്ത് മാറ്റി കയ്യിൽ കൊടുത്ത് അകത്തേക്ക് നടന്നു. നിക്ക് ചായ. ഡെവി അകത്തേക്ക് കയറുന്നതിന് മുമ്പായി മിത്ര പടിക്കെട്ടിൽ നിന്നും എണീറ്റ് ഡെവിയുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞതും ഡെവി മിത്രയെ സംശയത്തോടെ നോക്കിയതും മിത്ര അവന്റെ കയ്യിൽ നിന്നും തോർത്ത് വാങ്ങി അവൻ തല ശരിക്കും തോർത്തി കൊടുക്കാൻ തുടങ്ങിയതും ഡെവി ചിരിയോടെ മിത്രയുടെ കവളിൽ അമർത്തി ചുംബിച്ച് അവൾക്ക് മുന്നിലായി തലതായി തീർന്നു കൊടുത്തു. നീ കഴിച്ചോ ദേവാ? ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഡെവി തനിക്ക് വെളുപ്പി തരുന്നവളെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മിത്രയൊന്ന് പരിങ്ങി. നീ എന്താ ഇത്രയും സമയമായിട്ട് കഴിക്കാത്തത്? മിത്രയുടെ പരികൽ കണ്ട് കാര്യം മനസ്സിലായ ഡെവി അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അത് പിന്നെ ഈ ചായ വരാൻ വെയിറ്റ് ചെയ്തതാ. ഇനി അതൊന്നും വേണ്ട, വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളണം. അല്ലാതെ ഇനി ഇതുപോലെ ഇത്രയും നേരം ഒന്നും കഴിക്കാതെ നിൽക്കരുത്. ഈ ചായനെന്ത് എങ്ങനെ സ്നേഹമുള്ള ഭാര്യമാരിങ്ങനെയാ? ഡെവി പറഞ്ഞത് കേട്ട് ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ച് ചുണ്ടു ചുളുക്കിക്കൊണ്ട് മിത്ര പറഞ്ഞു. അത് കരുതി എൻ്റെ ഭാര്യ വിശന്നിരിക്കുന്നതേ എനിക്കിഷ്ടല്ല. അതും പറഞ്ഞ് ഡെവി തൻ്റെ അരികിൽ നിൽക്കുന്ന മിത്രയെ പിടിച്ചു വലിച്ച് തൻ്റെ മടിയിലിരുത്തി അവളെ ചുറ്റിപ്പിടിച്ചു. വീടിച്ചായ, ഞാൻ മാറിയിരുന്നോളാം. മിത്ര എൻ്റെ മടിയിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നതിനാ? അവിടെ ഇരിക്കും കോച്ചേ. ഡെവി വീട്ടിൽ നിന്ന് ഉറപ്പായതും മിത്ര പിന്നെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ അടങ്ങിയിരുന്നു. ദാ കഴിക്ക്. നോൺ വെജ് കൂട്ടാതെ ചോറും തോരനും പപ്പടവും കറിയും മെഴുക്ക് വരട്ടിയൊക്കെ കൂടെ കൂട്ടി കുഴച്ച ഒരു ഉരുള മിത്രയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ഡെവി പറഞ്ഞതും സന്തോഷത്തോടെ മിത്ര വാ തുറന്നു കൊടുത്തതും ഡെവി അവളെ ഊട്ടി. ഇതുപോലെ കിട്ടുമെങ്കിൽ ഒരു ദിവസം മുഴുവനും പാട്ടിന് കിടന്നാലും കുഴപ്പമില്ല. അടുത്തുള്ള ഡെവി അവൾക്ക് നേരെ നീട്ടിയതും മിത്ര ചിരിയോടെ പറഞ്ഞ് അത് വാങ്ങിക്കടിച്ചു. മിത്രയ്ക്ക് കൊടുത്തും സ്വയം കഴിച്ചും കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൊണ്ടും ഇരുവരുടെയും മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിരുന്നു. ദേവ, നീ റൂമിലേക്ക് പോക്കും, ഞാനിപ്പോൾ വരാം. അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി റൂമിലേക്ക് പോകുന്നതിനിടയിൽ ഡെവി പറഞ്ഞു. എങ്ങോട്ട് പോച്ചായ? ഡെവി പറഞ്ഞത് കേട്ട് മിത്ര സംശയത്തിൽ ചോദിച്ചു. ബൈക്കിൽ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, അതെടുക്കാനാണ്. അത്രമാത്രം പറഞ്ഞ് മെയിൻ ഡോറും തുറന്ന് ഡെവി പുറത്തേക്ക് ഇറങ്ങി പോയതും മിത്ര പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ മുകളിലേക്ക് നടന്നു.
ദേവ ഒന്നിങ്ങ് വന്നേ കൊച്ചേ. കുറച്ചു കഴിഞ്ഞ റൂമിലേക്ക് വന്ന രവി ബെഡിലേക്ക് ഇരുന്ന് മിത്രയെ തൻ്റെ അരികിലേക്ക് വിളിച്ചതും മുടി ചീകിയിരുന്നിരുന്ന മിത്ര എല്ലാം കൂടെ ഉച്ചയിൽ കെട്ടിവെച്ച് രവിക്ക് അരികിലേക്ക് പോയിരുന്നു. എന്ത് ചായ? മിത്ര രവിക്ക് അരികിലായിരുന്ന് അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ കൊച്ചിനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. രവി പറഞ്ഞത് കേട്ട് മിത്ര വിടർന്ന മുഖത്താൽ അവനെ നോക്കി. എന്ത് ഗിഫ്റ്റ് ചായ? മിത്ര ആകാംക്ഷയോടെ രവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തായിരിക്കും? അത് പിന്നെ ഈ ചാനലിലേക്കൊരു മോട്ടു സൂചി വാങ്ങി തന്നാലും അതെനിക്ക് വിലപ്പെട്ടതാ. മോട്ടു സൂചി ഒന്നുമല്ല, നീ തീരെ പ്രതീക്ഷിക്കാത്തൊരു സാധന. അതെന്താ? ഡെവി ചിരിയോടെ പറഞ്ഞത് കേട്ട് മിത്ര സംശയത്തിൽ മുഖം ചുളുക്കി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, എൻ്റെ കൊച്ചു ആദ്യം കണ്ണടക്ക്. ഡെവി പറയേണ്ട താമസം മിത്ര കണ്ണുകൾ ഇറുകയടച്ചതും ഡെവി ചിരിയോട് അവളോട് ചേർന്നിരുന്ന് കയ്യിലെ പൊതിയടിച്ചു.